സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രം മഗധ ടു താനേശ്വർ, മഗധ മുതൽ താനേശ്വരം വരെ എന്ന യൂണിറ്റിലെ ലൈഫ് ഓഫ് പീപ്പിൾ, ജനജീവിതം എന്ന് തുടങ്ങുന്ന ഭാഗം മുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് കൂടിയായിരിക്കും ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത് ഈ കാണുന്ന സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഗുപ്ത ഭരണത്തെ പറ്റി, ഗുപ്ത രാജാക്കന്മാർ, അവരുടെ പ്രധാന പ്രത്യേകതകൾ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഗുപ്ത അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ആരംഭിക്കുന്നത്. ലൈഫ് ഓഫ് പീപ്പിൾ ഡ്യൂറിങ് ഗുപ്ത പീരീഡ്, ഗുപ്ത കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ലൈഫ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ജീവിതം, ജനജീവിതം എപ്പോഴാണ്? ഡ്യൂറിങ് ഗുപ്ത പീരീഡ്, ഗുപ്ത കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതമാണ് നമ്മൾ പറയാൻ പോകുന്നത്. A large extent of land was donated to Jain saints, Buddhist monks, Brahmanas, and to the officials in the palace. അതായത് ഗുപ്ത കാലഘട്ടത്തിൽ ജൈന സന്യാസിമാർക്കും അതേപോലെ ബുദ്ധ സന്യാസിമാർക്കും ബ്രാഹ്മണന്മാർക്കും അതേപോലെ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ഒരുപാട് ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്? ദാനമായി നൽകിയിട്ടുണ്ട്, ഫ്രീ ആയിട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. രാജാക്കന്മാർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ധാരാളം ഭൂമി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ദോസ് ഹു ഗോട്ട് ദി ലാൻഡ് വർ ഗിവൺ ദി റൈറ്റ് ടു എക്സ്ചേഞ്ച് ഇറ്റ്. മാത്രമല്ല, ഈ ഭൂമി ലഭിച്ച ആളുകൾക്ക് ആ ഭൂമി കൈമാറാനുള്ള അധികാരവും ഉണ്ടായിരുന്നു, മറ്റൊരാൾക്ക് കൈമാറാനുള്ള അധികാരവും അവർക്ക് ലഭിച്ചിരുന്നു. ആൻഡ് ദേ മെയ്ഡ് ദി ഫാമേഴ്സ് വർക്ക് ഇൻ ദെയർ ലാൻഡ്. അവരെന്ത് ചെയ്തു? ഭൂമിയിൽ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ആൻഡ് ദർ വാസ് ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വെയറാസ് ദി ലൈഫ് ഓഫ് ഫാമേഴ്സ് വാസ് പതറ്റിക്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട്, കർഷകരെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചതിന്റെ ഭാഗമായിട്ട് കൃഷിയിൽ എന്തുണ്ടായി? ഒരുപാട് പുരോഗതി ഉണ്ടായി, കൃഷി വ്യാപകമായി. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ദി ലൈഫ് ഓഫ് ഫാർമേഴ്സ് വാസ് പതറ്റിക്. യഥാർത്ഥ കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. കർഷകന്റെ അവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. കൃഷി കൂടുതൽ വളർന്നെങ്കിലും കർഷകന്റെ അവസ്ഥക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. വളരെ പരിതാപകരമായിട്ടുള്ള ജീവിതമാണ് അവർ നയിച്ചത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഹൗ ഈസ് ദി ലാൻഡ് ഡൊണേഷൻ ഡ്യൂറിംഗ് ദി ഗുപ്ത പീരീഡ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദി ശതവാഹന പീരീഡ്? ശതവാഹന കാലഘട്ടത്തിലെ ഭൂദാനത്തെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതും ഈ ഗുപ്ത കാലഘട്ടത്തിലെ ഭൂദാനം, ലാൻഡ് ഡൊണേഷനും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അങ്ങനെ ഒരു ചോദ്യം പിന്നെ വരികയാണെങ്കിൽ, വരാനുള്ള സാധ്യത കുറവാണെങ്കിലും അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് ശതവാഹനന്മാരുടെ, ഇവിടെ മാർക്ക് ചെയ്ത് കാണാം. ദി ശതവാഹന റൂളേഴ്സ് ഡൊണേറ്റഡ് ലാൻഡ് ടു ബുദ്ധിസ്റ്റ് മോങ്സ്, ബ്രാഹ്മണാസ്. ബുദ്ധിസ്റ്റ് സന്യാസിമാർക്കും ബ്രാഹ്മണന്മാർക്കുമാണ് അവർ ഭൂമി ദാനമായിട്ട് നൽകിയത്. ആൻഡ് ദി എയിം ഓഫ് സച്ച് ഡൊണേഷൻസ് വാസ് ടു എൻലാർജ് ദി ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. രാജാക്കന്മാർ ഇങ്ങനെ ഇവർക്ക് ഭൂമി കൊടുത്തതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക ഭൂമി കൂടുതൽ വിസ്തൃതമാക്കുക, വിശാലമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. And gradually the administrative power of these places was given to them. ക്രമേണ എന്ത് ചെയ്തു? അങ്ങനെ ദാനമായി കൊടുത്തിട്ടുള്ള പ്രദേശങ്ങളുടെ ഭരണാധികാരവും ആ പ്രദേശത്തിന്റെ ഭരണാധികാരവും എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ബുദ്ധിസ്റ്റ് സന്യാസിമാർക്കും ബ്രാഹ്മണന്മാർക്കും നൽകി. അതെന്തിനു കാരണമായി? ദിസ് വീക്കൻഡ് ദി പവർ ഓഫ് ദി കിങ്സ്. രാജാക്കന്മാരുടെ അധികാരം ദുർബലമാവാൻ അത് കാരണമായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശതവാഹനന്മാരുടെ കാലഘട്ടത്തിലെ ലാൻഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചത്. അതിനേക്കാൾ കുറച്ചുകൂടി 2-3 പോയിന്റ്സ് എക്സ്ട്രാ ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഗുപ്ത കാലഘട്ടത്തിലെ ലാൻഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഈ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് ഈ ഒരു ലാൻഡ് ഡൊണേഷനെ പറ്റി, ഗുപ്ത പീരീഡിലെ ലാൻഡ് ഡൊണേഷനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ആർക്കൊക്കെ ലാൻഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്? ജെയിൻ സെയിൻസ്, ബുദ്ധിസ്റ്റ് മോങ്സ്, ബ്രാഹ്മണാസ് ആൻഡ് ടു ദി ഒഫീഷ്യൽസ് ഇൻ ദി പാലസ്. ജൈന സന്യാസിമാർക്ക്, ബുദ്ധ സന്യാസിമാർക്ക്, ബ്രാഹ്മണന്മാർക്ക്, കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഇവർക്കൊക്കെ ഭൂമി ദാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിവിടെ പറയുന്നു. കർഷകരെ കൊണ്ട് അവർ പണിയെടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് എന്താ റൈറ്റും കിട്ടിയിരുന്നു? ദോസ് ഹു ഗോട്ട് ദി ലാൻഡ് വർ ഗിവൻ ദി റൈറ്റ് ടു എക്സ്ചേഞ്ച് ഇറ്റ്. ദാനമായി കിട്ടിയ ആ ഭൂമി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള, മറ്റൊരാൾക്ക് കൈമാറാനുള്ള അവകാശവും ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃഷിയൊക്കെ മെച്ചപ്പെട്ടെങ്കിലും കർഷകന്റെ അവസ്ഥ, ദി ലൈഫ് ഓഫ് ദി ഫാമേഴ്സ് വാസ് പതറ്റിക്, വളരെ പരിതാപകരമായിരുന്നു. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സ് കാണാം, ചന്ദ്രഗുപ്ത വിക്രമാദിത്യ എന്നൊരു ബോക്സ് കാണാം. എക്സ്ട്രാ റീഡിംഗ് ആണ്, എക്സാമിന് വേണ്ടി പഠിക്കേണ്ട കാര്യമില്ല. ഇതെന്താണെന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചന്ദ്രഗുപ്ത സെക്കൻഡ് is considered as Vikramaditya, who is referred to
ഇൻ ദി സ്റ്റോറീസ് ഓഫ് വിക്രമാദിത്യ. അതായത് വിക്രമാദിത്യ കഥകളിൽ പരാമർശിക്കുന്ന വിക്രമാദിത്യനാണ് ആര്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെ കരുതപ്പെടുന്നു. അത് ചന്ദ്രഗുപ്തൻ രണ്ടാമനെ പറ്റി നമ്മൾ പഠിച്ചു. സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത ഫസ്റ്റ്, ചന്ദ്രഗുപ്ത സെക്കൻഡ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റൂളേഴ്സാണ്. അപ്പൊ അതിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, ചന്ദ്രഗുപ്ത സെക്കൻഡ്, അതായത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, അദ്ദേഹമാണ് ആര്? വിക്രമാദിത്യ കഥകളിലെ വിക്രമാദിത്യൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ഡിഫീറ്റിംഗ് ദി ഷഖാസ് ഹി അസ്യൂംഡ് ദി ടൈറ്റിൽ ഷഖാരി. ഓക്കെ, ഷഗാരി എന്നുള്ള പേരും അദ്ദേഹം സ്വീകരിച്ചതായിട്ട് പറയുന്നു. ശാകന്മാരെ പരാജയപ്പെടുത്തിയ അദ്ദേഹത്തെ ഷഗാരി എന്ന് പിന്നെ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഹി വാസ് കോൾഡ് ബൈ ദി നെയിം ദേവ്രാജ്, in the Sanji inscription, and as Devagupta in the edict of his daughter Prabhavati Gupta. അപ്പൊ ഇങ്ങനെ പല പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചന്ദ്രഗുപ്ത സെക്കൻഡ്, വിക്രമാദിത്യ എന്നറിയപ്പെടുന്നു, ഷഗാരി എന്നറിയപ്പെടുന്നു, ദേവരാജ് എന്നും ദേവഗുപ്ത എന്നും ഒക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പല പല പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. എക്സ്ട്രാ റീഡിംഗ് ആണ്, വീണ്ടും പറയുന്നു, എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതില്ല. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ദി ഫോൾ ഓഫ് റോമൻ എംപയർ കോസ്റ്റ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ട്രേഡ് ഡ്യൂറിംഗ് ദി ഗുപ്ത പീരീഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ഗുപ്ത കാലഘട്ടത്തിൽ ഗുപ്ത സാമ്രാജ്യത്തിന് റോമൻ എംപയറുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. റോമൻ ഗോൾഡ് കോയിൻസ് ഒക്കെ നമ്മുടെ പ്രദേശത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ആ റോമൻ എംപയറിന്റെ തകർച്ച ഗുപ്ത കാലഘട്ടത്തിലെ കച്ചവടത്തിന്റെ തകർച്ചക്ക് കാരണമായി. ഓക്കെ, റോമാ സാമ്രാജ്യമായിട്ട് നമുക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു ഈ ഗുപ്ത സാമ്രാജ്യത്തിന്. എന്നാൽ റോമാ സാമ്രാജ്യം തകരാൻ തുടങ്ങിയപ്പോൾ, അധപ്പതിക്കാൻ തുടങ്ങിയപ്പോൾ, അതിനെ തുടർന്ന് ഗുപ്തന്മാരുടെ കച്ചവടത്തില്, വ്യാപാരത്തില് എന്തുണ്ടായി? തകർച്ച സംഭവിച്ചു. ദി ഡിക്ലൈൻ ഓഫ് ട്രേഡ് അട്രാക്റ്റഡ് മോർ പീപ്പിൾ ടു ദി ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ കാർഷിക മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ തിരിഞ്ഞു. ഓക്കെ, ഡിക്ലൈൻ ഓഫ് ട്രേഡ്, കച്ചവട മേഖല, ട്രേഡ് എന്ന് പറയുന്ന മേഖല തകരാൻ തുടങ്ങിയപ്പോൾ ദാറ്റ് അട്രാക്റ്റഡ് മോർ പീപ്പിൾ ടു ദി ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. അതായത് ഒരുപാട് ആളുകൾ ഈ വ്യാപാരം, കച്ചവടം ഒഴിവാക്കി കൃഷിയിലേക്ക് തിരിയാൻ കാരണമായി. ആൻഡ് ടൗൺസ് ലോസ്റ്റ് ദിയർ സിഗ്നിഫിക്കൻസ്. അങ്ങനെ കച്ചവടങ്ങളൊക്കെ കുറയാൻ തുടങ്ങിയപ്പോൾ, ട്രേഡ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ടൗണുകളുടെ, പട്ടണങ്ങളുടെയൊക്കെ പ്രാധാന്യം നഷ്ടമാവാൻ തുടങ്ങി. ലോസ്റ്റ് ദിയർ സിഗ്നിഫിക്കൻസ്. പവർ വാസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദി ലാൻഡ് ലോഡ്സ്. അതേപോലെ തന്നെ മറ്റൊരു മാറ്റം ഇവിടെ പറയുന്നു, അധികാരം ആരിൽ കേന്ദ്രീകരിക്കപ്പെട്ടു? പവർ വാസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദി ലാൻഡ് ലോഡ്സ്. അതായത് അധികാരം ലാൻഡ് ലോഡ്സിൽ, ഭൂവുടമകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. ആൻഡ് ദി റോയൽ പവർ വീക്കൻഡ്. രാജാവിന്റെ അധികാരമൊക്കെ, രാജവാഴ്ചയൊക്കെ എന്തായി മാറി? ദുർബലമായി മാറി. Various kinds of discriminations existed in the society during that time. ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, അതായത് പല തരത്തിലുള്ള വിവേചനങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു. വർണ്ണ സിസ്റ്റം became rigid. വർണ്ണ സമ്പ്രദായം എന്തായി? കൂടുതൽ ശക്തമായി. ഓക്കെ, ഓരോ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വർണ്ണ സമ്പ്രദായം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നൊക്കെയുള്ള ആ ഒരു വർണ്ണ സമ്പ്രദായം കൂടുതൽ കൂടുതൽ ശക്തമായി സമൂഹത്തിൽ നിലകൊണ്ടു. ആൻഡ് ദി കിങ്സ് എൻകറേജ്ഡ് വൈഷ്ണവ ആൻഡ് ശൈവ സെക്ട്സ് ആൻഡ് ബിൽഡ് മെനി ടെമ്പിൾസ്. രാജാക്കന്മാര് എന്ത് ചെയ്തിട്ടുണ്ട്? വൈഷ്ണവ വിഭാഗത്തെ, അതായത് വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ആ ഒരു വിഭാഗത്തെയും, അതേപോലെ ശൈവ വിഭാഗത്തെ, അതായത് ശിവനെ ആരാധിച്ചിരുന്ന ആളുകൾ. അപ്പോൾ ഹിന്ദുമതത്തിലെ ഈ രണ്ട് വിഭാഗങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് രാജാക്കന്മാര്. അതേപോലെ തന്നെ രണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. During the Gupta period, significant developments occurred in the fields of literature and science. ഈ ഗുപ്ത കാലഘട്ടത്തിൽ സാഹിത്യത്തിലും ശാസ്ത്രത്തിലും ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുള്ള കാലഘട്ടം തന്നെയാണ് ഇത് ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ ആൻഡ് സയൻസ്, ഈ രണ്ട് ഫീൽഡിലും ഒരുപാട് പുരോഗതി ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എ നമ്പർ ഓഫ് ബുക്സ് വർ റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. സംസ്കൃത ഭാഷയിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ട കാലം കൂടിയാണ് ഗുപ്ത പീരീഡ്. ദി ടേബിൾ ഷോയിങ് ദി നെയിംസ് ഓഫ് റൈറ്റേഴ്സ് ആൻഡ് ദി ബുക്സ് ആർ ഗിവൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില സാഹിത്യകാരന്മാർ, ചില എഴുത്തുകാർ, അവരുടെ ഗ്രന്ഥങ്ങൾ, അതൊക്കെ ഇവിടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. കൂടുതലും മാച്ച് ദി ഫോളോവിംഗ് എന്ന് പറയുന്ന എ ബി കോളങ്ങളെ യോജിപ്പിക്കുക എന്നുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്നുള്ള ചോദ്യം വരിക.
അപ്പൊ കൃത്യമായിട്ട് നമ്മൾ നോക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഏതൊക്കെയാണ് ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, ഏതൊക്കെയാണ് അവരുടെ ബുക്സ്, ഏതാണ് ഏരിയ, ലിറ്ററേച്ചർ ആണോ സയൻസ് ആണോ, അങ്ങനെയുള്ള ഓരോ കാര്യവും ഇവിടെ നോക്കാൻ പറ്റും. ഓക്കെ, ഇത് എക്സ്ട്രാ റീഡിംഗ് അല്ല, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ബോക്സ് ആണ്. അപ്പൊ നമ്മൾ ഓരോരോ റൈറ്റേഴ്സിനെ നോക്കുകയാണ്, അവരുടെ ബുക്സ് നോക്കുകയാണ്. ഏറ്റവും ആദ്യം കാളിദാസ, നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നവരത്നങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കാളിദാസൻ. അദ്ദേഹത്തിന്റെ ബുക്സ് ആണ് അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, കുമാരസംഭവം. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, കുമാരസംഭവം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ലിറ്ററേച്ചർ ഗണത്തിൽപ്പെട്ട ബുക്സ് ആണ്. അതായത് എല്ലാം സാഹിത്യ കൃതികളാണ്, സാഹിത്യ മേഖലയിലുള്ള കൃതികളാണ്. ഇനി മറ്റൊരു റൈറ്ററെ നമ്മൾ നോക്കുന്നു, ശൂദ്രക. ഓക്കെ, ശൂദ്രകൻ എന്ന് മലയാളത്തിൽ പറയാം, ശൂദ്രക അല്ലെങ്കിൽ ശൂദ്രകൻ. അദ്ദേഹത്തിന്റെ ബുക്കാണ് മൃച്ഛഘടിക. അത് ലിറ്ററേച്ചർ തന്നെയാണ്, ഒരു സാഹിത്യ കൃതി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിശാഖദത്ത. അദ്ദേഹത്തിന്റെ ബുക്സ് മുദ്രാരാക്ഷസ, ദേവീചന്ദ്രഗുപ്തം. ഓക്കെ, മുദ്രാരാക്ഷസ, അതേപോലെ മുദ്രാരാക്ഷസം എന്ന് മലയാളത്തിൽ പറയാം, അതേപോലെ ദേവീചന്ദ്രഗുപ്തം. അതും എന്ത് തന്നെയാണ്? ലിറ്ററേച്ചർ, സാഹിത്യ കൃതികൾ തന്നെയാണ്. ഇനി മറ്റൊരു റൈറ്ററുടെ പേര് പറയുന്നു വരാഹമിഹിര. അദ്ദേഹത്തിന്റെ 3 ബുക്സ് ഇവിടെ പറയുന്നു. ഒന്ന് പഞ്ചസിദ്ധാന്തിക, മറ്റൊന്ന് ലഘുജാതക, മറ്റൊന്ന് ബൃഹത് ജാതക. ഓക്കെ, പഞ്ചസിദ്ധാന്തിക, ലഘുജാതക, ബൃഹത് ജാതക. ഇത് 3 എന്താണ്? സയൻസ് കാറ്റഗറിയിൽപ്പെട്ട ശാസ്ത്ര മേഖലയിലെ ഗ്രന്ഥങ്ങളാണ്. ഓക്കെ, അടുത്ത വ്യക്തിയെ ആര്യഭട്ട, ഗ്രന്ഥം ആര്യഭടീയം. അതും എന്താണ്? സയൻസ് ആണ്, ശാസ്ത്ര കൃതിയാണ്. അവസാനത്തെ വ്യക്തിയെ പരിചയപ്പെടാം, അമരസിംഹ. അദ്ദേഹത്തിന്റെ കൃതിയാണ് അമരഘോഷ അല്ലെങ്കിൽ അമരകോശം. അത് ഏതാ കാറ്റഗറി? ലെക്സിക്കൺ ആണ്, അത് ഭാഷാ നിഘണ്ടു എന്ന് പറയാം. ഓക്കെ, ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഭാഷാ നിഘണ്ടുവാണ്, ഡിക്ഷണറിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, അതേപോലെ അവരുടെ ബുക്സ്, അത് ഏത് ഏരിയ, ഏത് കാറ്റഗറിയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ റൈറ്റേഴ്സിനെ മാത്രം നോക്കുമ്പോൾ കാളിദാസ, ശൂദ്രക, വിശാഖദത്ത, വരാഹമിഹിര, ആര്യഭട്ട, അതേപോലെ അമരസിംഹ. ഓക്കെ, ഓരോ വ്യക്തികളുടെയും നേരെ അവരുടെ കൃതികളും നമ്മൾ കൃത്യമായിട്ട് മാറിപ്പോവാതെ മനസ്സിലാക്കുക. ഇനി after the collapse of Gupta Empire, one of the powerful kingdoms that existed in India was that of Vardhana kings of Taneshwar. ബ്രാക്കറ്റിൽ കാണാം പ്രസന്റ് കുരുക്ഷേത്ര ഡിസ്ട്രിക്ട് ഓഫ് ഹരിയാന. അതായത് ഇവിടെ പറയുന്നത് ഗുപ്ത കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഗുപ്ത ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം, ആഫ്റ്റർ ദി കൊളാപ്സ് ഓഫ് ഗുപ്ത എംപയർ, ഗുപ്ത കാലഘട്ടത്തിന്റെ ഗുപ്ത ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം, one of the powerful kingdoms that existed in India was that of the Vardhana kings of Taneshwar. താനേശ്വരത്തെ രാജാക്കന്മാർ, ഗുപ്തന്മാർക്ക് ശേഷം പ്രാചീന ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള ഒരു ഭരണ അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണ കേന്ദ്രമായിരുന്നു ആര്? താനേശ്വരത്തിലെ രാജാക്കന്മാർ എന്നാ പറയുന്നത്. ഓക്കെ, വർധന രാജാക്കന്മാർ, താനേശ്വരത്തെ വർധന രാജാക്കന്മാർ. ഈ താനേശ്വരം എന്ന് പറയുന്നത് ഇന്ന് ഹരിയാനയിലെ കുരുക്ഷേത്ര എന്നാണ് ഇന്ന് അതിന്റെ പേര്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗുപ്ത കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഗുപ്ത ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള വളരെ ശക്തരായിട്ടുള്ള ഒരു കൂട്ടരാണ് ആര്? താനേശ്വരത്തെ വർധന കിങ്സ്. ഓക്കെ, വർധന കിങ്സ് ഓഫ് താനേശ്വർ, താനേശ്വരത്തെ വർധന രാജാക്കന്മാർ. ഹർഷവർദ്ധന വാസ് ദി മോസ്റ്റ് പ്രോമിനന്റ് റൂളർ among them. ഈ വർദ്ധന രാജാക്കന്മാരിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള റൂളർ ആരാണ്? ഹർഷവർദ്ധനയാണ്, ഹർഷവർദ്ധന. ആൻഡ് ഹി വർക്ക്ഡ് ഫോർ ദി അപ്ലിഫ്റ്റ് ഓഫ് ബുദ്ധിസം. ബുദ്ധമതത്തിന്റെ വളർച്ചക്കായിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? ഹർഷവർദ്ധനൻ. ആൻഡ് ഹി ടുക്ക് സ്റ്റെപ്സ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ സർവകലാശാല, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലകളിൽ ഒന്നാണ് നളന്ദ സർവകലാശാല, നളന്ദ യൂണിവേഴ്സിറ്റി. ആ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയ്ക്ക് പിറകിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? ഹർഷവർദ്ധന എന്ന് മനസ്സിലാക്കുക. അപ്പോ
വർധന കിങ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളറാണ് ഹർഷവർധന. ബുദ്ധമതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയ്ക്കായിട്ട് ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. പിന്നെ ഇവിടെ കാണാം രത്നാവലി, പ്രിയദർശിക ആൻഡ് നാഗനന്ദ ആർ ദി പ്ലേസ് റിട്ടൺ ബൈ ഹിം. ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ, ഹർഷവർധനയുടെ അദ്ദേഹം രചിച്ചിട്ടുള്ള നാടകങ്ങളാണ്. ഏതൊക്കെ? രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം, നാഗാനന്ദം തുടങ്ങിയിട്ടുള്ളവ. ദി ഹർഷചരിത റിട്ടൺ ബൈ ബാണഭട്ട, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹർഷചരിത റിട്ടൺ ബൈ ബാണഭട്ട, ബാണഭട്ടൻ രചിച്ചിട്ടുള്ള ഹർഷചരിതം. And the descriptions of the Chinese traveler Huansang are the main sources for getting information on this period. ഈ വർധന രാജാക്കന്മാരെ പറ്റി, പ്രത്യേകിച്ച് ഹർഷവർധനയെ പറ്റി നമുക്ക് കൂടുതൽ, അദ്ദേഹത്തിന്റെ ഭരണത്തെ പറ്റി, കാലത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് എവിടുന്നൊക്കെയാണ്? ഒന്നിവിടെ പറയുന്നു ബാണഭട്ടൻ രചിച്ചിട്ടുള്ള ഹർഷചരിതം എന്ന് പറയുന്ന കൃതി. മറ്റൊന്ന് ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള, അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഹുയാൻസാങ്ങിന്റെ രേഖപ്പെടുത്തലുകൾ. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളൊക്കെയാണ് ഈ കാലത്തെ പറ്റി നമുക്ക് വിവരങ്ങൾ നൽകുന്ന, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലേക്ക് കടക്കുന്നു. ദി ഗ്രോത്ത് ഫ്രം ജനപദാസ് ടു എംപയർ കോസ്ഡ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ദി ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. എന്താ പറയുന്നത്? ഈ ജനപദങ്ങൾ എന്ന് പറയുന്ന രൂപത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്കുള്ള വളർച്ച പ്രാചീന ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ രംഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. The most significant of the changes was that all the activities were controlled by the rulers. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ജനജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാ പ്രവർത്തനങ്ങളും രാജാക്കന്മാരുടെ, ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായി എന്നുള്ളതാണ്. And the changes in the economic sector led to divisions in the society. അതേപോലെ തന്നെ അടുത്ത സെന്റൻസിൽ പറയുന്നു, സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ സാമൂഹികമായിട്ട് ഒരുപാട് ഡിവിഷൻസ്, ഒരുപാട് വിഭജനങ്ങൾ ഉണ്ടാവാൻ കാരണമായി, വിഭജനങ്ങൾക്ക് വഴിയൊരുക്കി. ആൻഡ് റിലേഷൻസ് വിത്ത് ഡിസ്റ്റന്റ് പ്ലേസസ് ട്രിഗേർഡ് ദി കൾച്ചറൽ ട്രാൻസാക്ഷൻസ്. മറ്റൊരു കാര്യം പറയുന്നത്, വിദൂര പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധം, അത് കച്ചവട ബന്ധമായിക്കോട്ടെ, ഏതു രൂപത്തിലായിക്കോട്ടെ, വിദൂര പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധം സാംസ്കാരിക വിനിമയത്തിന് കാരണമായി, കൾച്ചറൽ ട്രാൻസാക്ഷന് കാരണമായി, കൾച്ചറൽ എക്സ്ചേഞ്ചിന് കാരണമായി. ആൻഡ് ദി എഡിക്ട്സ് ആൻഡ് ലിറ്റററി വർക്ക്സ് ഓഫ് ദാറ്റ് പീരീഡ് അക്നോളജ് ദീസ് ചേഞ്ചസ്. അവസാന സെന്റൻസിൽ പറയുന്നു, അക്കാലത്തെ എഡിക്ട്സ്, ശാസനങ്ങളും അതേപോലെ സാഹിത്യ കൃതികളുമൊക്കെ ഈ മാറ്റങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങളെ പറ്റിയൊക്കെ അങ്ങനെയുള്ള അക്കാലത്തെ ശാസനങ്ങളിലും അതേപോലെ തന്നെ സാഹിത്യ കൃതികളിലും യാത്രാ വിവരണങ്ങളിലുമൊക്കെ പരാമർശിക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് നമുക്ക് എക്സാമിന് വേണ്ടി പ്രത്യേകിച്ച് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല, ഒരു ജനറൽ കൺക്ലൂഷൻ, ഈ ചാപ്റ്ററിനുള്ള, ഈ യൂണിറ്റിനുള്ള ഒരു ജനറൽ കൺക്ലൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ കണ്ടന്റ് മുഴുവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ ചാപ്റ്റർ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇവിടെ സമ്മറിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ പോയിന്റ് ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ് ഒന്ന് നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കാം. സമ്മറി, ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറിയാണ്. ആദ്യത്തെ സെന്റൻസ് പറയുന്നു, ദ ഫസ്റ്റ് എംപയർ ഇൻ ഇന്ത്യ ഇസ് ദ മൗര്യ എംപയർ ഫോംഡ് വിത്ത് മഗധ ആസ് ഇറ്റ്സ് സെന്റർ. മഗധ കേന്ദ്രമായി വികാസം പ്രാപിച്ചിട്ടുള്ള മൗര്യ സാമ്രാജ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. മറ്റൊന്ന്, മൗര്യ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടത് മൗര്യ സാമ്രാജ്യത്തിലാണ്. അടുത്ത പോയിന്റ്, ദി സപ്താംഗ കൺസെപ്റ്റ് വാസ് ദി ബേസിസ് ഓഫ് ദി മൗര്യ അഡ്മിനിസ്ട്രേഷൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ മൗര്യ ഭരണ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൗടില്യന്റെ സപ്താംഗ തിയറിയാണ്. സപ്താംഗ എന്ന് പറയുന്ന ആശയങ്ങളാണ്. അശോകാസ് ധമ്മ ഹെൽപ്ഡ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് മൗര്യ എംപയർ. മൗര്യ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് അശോകന്റെ ധമ്മ എന്ന് പറയുന്ന ആ ഒരു നയം, പോളിസി സഹായകമായിട്ടുണ്ട്.
The centralized monarchy influenced the economic and social life that existed in the Maurya Empire. അതായത് മൗര്യൻ സാമ്രാജ്യത്തിലെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തെയൊക്കെ അവിടെ നിലനിന്നിരുന്ന കേന്ദ്രീകൃത ഭരണം സ്വാധീനിച്ചിട്ടുണ്ട്. The growth of Gandhara sculptures strengthened during the reign of Kushanas, who were the successors of Mauryas. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? അതായത് മൗര്യ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച കുശാനന്മാരുടെ ഭരണകാലത്ത് ഗാന്ധാര ശില്പകല വളർച്ച പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ദി ശതവാഹന റൂളേഴ്സ് ഹു റൂൾഡ് സൗത്ത് ഇന്ത്യ സ്റ്റാർട്ടഡ് ദി ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം. അതായത് ദക്ഷിണേന്ത്യയിൽ നിലനിന്ന ശതവാഹന ഭരണാധികാരികൾ എന്തിനു തുടക്കം കുറിച്ചു? ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. ലാൻഡ് ഡൊണേഷൻ അല്ലെങ്കിൽ ഭൂമി ദാനമായി കൊടുക്കുന്ന സിസ്റ്റത്തിന് തുടക്കം കുറിച്ചു. ആഫ്റ്റർ ദി മൗര്യ എംപയർ, ദി എംപയർ ദാറ്റ് ഗോട്ട് സ്ട്രെങ്തൻഡ് വിത്ത് മഗധ ആസ് ഇറ്റ് സെന്റർ വാസ് ദി ഗുപ്ത. അതായത് ഈ മൗര്യന്മാരുടെ കാലഘട്ടത്തിന് ശേഷം മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന ശക്തമായ മറ്റൊരു സാമ്രാജ്യമാണ് ഗുപ്തന്മാരുടെ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം. During the reign of Guptas, land grant became more extensive. ഗുപ്തന്മാരുടെ കാലത്ത് ലാൻഡ് ഗ്രാൻസ് എന്ന് പറയുന്നത് ഭൂമി ദാനമായി കൊടുക്കുക, ഭൂദാനം. അപ്പോൾ ഗുപ്തന്മാരുടെ കാലത്ത് ഭൂദാനം കൂടുതൽ വ്യാപകമായി. ഏറ്റവും അവസാനത്തെ പോയിന്റ് ഇവിടെ പറയുന്നു, significant changes in the economic, social and cultural fields occurred during the Gupta period. ഗുപ്തന്മാരുടെ കാലത്ത് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്. സോ ഇവിടെ വെച്ച് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സീ യു.